വേനൽക്കാല ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്ര വിഭാഗം മുൻ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ എസ് ജയശ്രീ സംസാരിക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു വേനൽക്കാലം കൂടി എത്തിക്കഴിഞ്ഞു. മഴയുടെയും തണുപ്പിൻ്റെയും അസ്വാരസ്യങ്ങളില്ല എങ്കിലും കാലങ്ങളിൽ ആരോഗ്യപരമായി നോക്കുമ്പോൾ ഏറ്റവും മോശമായ കാലം വേനൽക്കാലമാണ്. ചൂട് കൂടുന്തോറും ജലദൗർലഭ്യവും അനുഭവപ്പെട്ടു തുടങ്ങുകയും ചെയ്യുന്നു. ഇത് കൂടുതൽ പ്രയാസങ്ങൾക്ക് കാരണമാകുന്നു. വേനൽക്കാലത്താണ് മനുഷ്യൻ്റെ ശരീരബലം, മനുഷ്യൻ്റെ മാത്രമല്ല വൃക്ഷലതാദികളുടെ ബലവും ഏറ്റവും കുറയുന്നത്. തീക്ഷ്ണമായ സൂര്യരശ്മികൾ ഭൂമിയുടെ എല്ലാ ഗുണങ്ങളെയും ഇല്ലാതാക്കുന്നു. ഇവിടെ ശരിയായ ആഹാരവിഹാരാദികളെ കൊണ്ട് ശരീരബലത്തെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ പറ്റും. അന്നവിചാരം, അതായത് ആഹാരവിചാരം തന്നെ ആദ്യം തുടങ്ങാം. എപ്പോഴായാലും ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് ഇപ്പോൾ സൗജന്യമായി കിട്ടുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനം. സാധാരണ വെള്ളം, പ്രത്യേകിച്ചും കുപ്പിവെള്ളം മടമട കുടിക്കുന്നത് വേനൽക്കാലത്ത് വേണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ മതം. അത് വേനൽക്കാലത്തേക്ക് മാത്രമല്ല, ഇനി വരുന്ന വർഷകാലത്തേക്കും കൂടി പല രോഗങ്ങൾക്കും കാരണമാകും. വെള്ളം കുടിക്കണം, ഒട്ടും വേണ്ട എന്നല്ല പറയുന്നത്. ധാരാളമായി കുടിക്കുന്ന വെള്ളം വേനൽക്കാല പ്രത്യേകത കൊണ്ട് ബലം കുറഞ്ഞിരിക്കുന്ന നമ്മുടെ ജഠരാഗ്നിയെ, ദഹനശക്തിയെ വീണ്ടും കുറയ്ക്കുന്നു. അതോടെ വിശപ്പില്ലാതാകുന്നു. കഴിക്കുന്ന ആഹാരത്തെ ശരിയായി ദഹിപ്പിക്കാൻ പറ്റാതെ പോകുന്നു. സാധാരണ തന്നെ വെള്ളം കുടിച്ചാൽ വിശപ്പ് കിട്ടുപോകുമല്ലോ. അത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമാണെങ്കിൽ പറയുകയും വേണ്ട. സാധാരണ വെള്ളം അല്പാൽപമായി കുടിക്കുകയാണ് വേനൽക്കാലത്ത് വേണ്ടത്. വിയർപ്പ് കൊണ്ട് തന്നെ ശരീരത്തിൽ നിന്നും ധാരാളം ധാതുലവണങ്ങൾ നഷ്ടമാകുന്നു. ധാരാളം വെള്ളം കുടിക്കുക കൂടി ചെയ്യുന്നത് കൊണ്ട് തൽക്കാലം ആശ്വാസം തോന്നുമെങ്കിലും ധാരാളം മൂത്രം പോവുകയും കൂടെ ചെയ്താൽ ശരീരബലം വീണ്ടും കുറയും. അതുകൊണ്ടാണ് അല്പാൽപമായി കുടിക്കണം എന്ന് നിർദ്ദേശിക്കുന്നത്. ഇതിന് വേറൊരു പരിഹാരം ജലാംശം അധികമുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക എന്നതാണ്. രാവിലെ ചെറു ചൂടുള്ള അധികം നീണ്ടതല്ലാത്ത കഞ്ഞി നല്ലതാണ്. ഗോതമ്പ് കഞ്ഞിയോ ഓട്സ് കഞ്ഞിയോ മില്ലറ്റ് കഞ്ഞിയോ അരിക്കഞ്ഞിയോ തന്നെ ആകാം. അതിൽ പാലോ തേങ്ങാപ്പാലോ ചേർത്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അധികം എരിയും പുളിയും ഉപ്പും ചേരാത്ത കറികളാണ് ഈ ആഹാരത്തോടൊപ്പം നല്ലത്. പിന്നെ ഇടനേരങ്ങളിൽ ജലാംശം ധാരാളമുള്ള പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ അങ്ങനെ തന്നെ, അതായത് ജ്യൂസാക്കാതെ ഉപയോഗിക്കണം. തണ്ണിമത്തൻ ജ്യൂസാക്കാതെ മുറിച്ച് കഷ്ണങ്ങളാക്കി കഴിക്കുക. വെള്ളരിക്ക, സാദാ വെള്ളരിക്കയോ കക്കരിയോ കടിച്ച് ചവച്ചു തിന്നുക. തക്കാളി അരിഞ്ഞ് മറ്റു പച്ചക്കറികളോടൊപ്പം ചേർത്ത് സാലഡായി കഴിക്കാം. ഇതിനോടൊപ്പം വേവിച്ചതോ അല്ലാത്തതോ ആയ ഇറച്ചി, കിഴങ്ങുകൾ, പയർവർഗ്ഗങ്ങൾ എന്നിവ ചേർത്ത് ഉപയോഗിക്കരുത്. പച്ചക്കറി കഴിക്കുമ്പോൾ അതുമാത്രമായി കഴിക്കുക. വെള്ളം കുടിക്കുന്നത്, ജ്യൂസുകളാക്കി കുടിക്കുന്നത്, പ്രത്യേകിച്ചും കടകളിൽ നിന്നും വാങ്ങിക്കഴിക്കുന്നത് ഉൾപ്പെടെ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മധുരമിട്ടതോ ഇടാത്തതോ ഐസ് ചേർത്തതോ ചേർക്കാത്തതോ ഏതുമാകട്ടെ, ഇങ്ങനെ ജ്യൂസ് കുടിക്കുന്നത് ആരോഗ്യത്തിന് നന്നല്ല. ഏത് പഴമോ പച്ചക്കറിയോ അതായി തന്നെ കഴിക്കൂ. പഴങ്ങൾ, വാഴപ്പഴങ്ങൾ, ചക്കപ്പഴം, മാമ്പഴം തുടങ്ങിയ നാടൻ പഴങ്ങൾ വളരെ നല്ലതാണ്. യാത്രയിലായാലും വീട്ടിലായാലും ഇവ ദാഹശമനത്തോടൊപ്പം പോഷകലഭ്യതയും ഉറപ്പാക്കുന്നു. ജ്യൂസ് എന്ന് പറഞ്ഞ് കണ്ട ഇലകളും പൂവും കായും കിഴങ്ങും എല്ലാം ചേർത്ത് പലവിധ സിറപ്പുകളും ചേർത്ത് കഴിക്കുന്നത് ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. തൽക്കാലം സുഖം നൽകുമെങ്കിലും പാല്, വെള്ളം ചേർത്തത്, കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഉപ്പ് ചേർത്തത് എന്നിവ വൃദ്ധജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രത്യേകിച്ചും വളരെ നല്ലതാണ്. നാരങ്ങ ശുദ്ധജലത്തിൽ പിഴിഞ്ഞു ചേർത്തതിൽ ശർക്കര ഉരുക്കി പാവാക്കി വച്ചിരുന്നത് ആവശ്യത്തിന് ചേർത്ത് അല്പം ഇഞ്ചിയോ ചുക്കുപൊടിയോ ഏലക്കായോ ചേർത്ത് ദിവസവും കുടിക്കുന്നത് ബലദായകമെന്നു മാത്രമല്ല രോഗപ്രതിരോധ ശക്തി വളർത്തുന്നതുമാണ്. മധുരരസമാണ് ഈ കാലത്ത് അധികം ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് നാടകം ഉത്സവങ്ങളുടെ കാലമായ ഈ സമയത്ത് പാനകമെന്ന നേരത്തെ പറഞ്ഞ നാരങ്ങ വെള്ളം, ശർക്കരപ്പായസം, പാൽപ്പായസം എന്നിവ ധാരാളമായി പണ്ടുകാലങ്ങളിൽ ലഭ്യമാക്കിയിരുന്നത്. ജ്യൂസിൽ വെള്ളം ചേർക്കുന്നില്ല, തനി ജ്യൂസാണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
3-4 ഓറഞ്ച് അല്ലെങ്കിൽ പകുതി പൈനാപ്പിൾ, തണ്ണിമത്തൻ എന്നിവ വളരെയധികം അളവിൽ ശരീരത്തിൽ എത്തുന്നത് ധാതു ലവണങ്ങളുടെ സന്തുലിതാവസ്ഥയെ അട്ടിമറിക്കും. പൊട്ടാസ്യം, സോഡിയം ഒക്കെ കുറഞ്ഞും കൂടി എന്നിങ്ങനെ. മാതള നാരങ്ങ അതായത് പൊമിഗ്രാനേറ്റ് വളരെ ഉത്തമമായ ഒരു പഴമാണ്. അധികമായ അളവിലും തുടർച്ചയായി എല്ലാ ദിവസവും കഴിക്കുന്നതും സ്റ്റോൺ ഉണ്ടാക്കുന്നതിന് കാരണമാകും. ശുദ്ധമായ ജലം അല്പാൽപ്പം പല പ്രാവശ്യം വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും യാത്രയിലായാലും അവശ്യം കുടിക്കേണ്ടത് തന്നെ. വെറും കുപ്പിവെള്ളം അല്ലാതെ ജീരകം, മല്ലി, ഏലക്ക തുടങ്ങിയ ധാന്യങ്ങളിട്ട് അന്നന്ന് തിളപ്പിച്ചാറ്റിയതാണ് ഏറ്റവും അഭികാമ്യം. മൺകൂജകളിൽ ഒഴിച്ചു വച്ചിരുന്ന് ഉപയോഗിക്കാം. കഴുകി വൃത്തിയാക്കിയ രാമച്ചം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇട്ടുവച്ചിരുന്നും ഉപയോഗിക്കാം. രാമച്ചമിട്ട് തിളപ്പിക്കണമെന്നില്ല. കഞ്ഞിവെള്ളം ധാരാളം തിളച്ച വെള്ളം ചേർത്ത് നേർപ്പിച്ചതിൽ ചുക്കുപൊടി, ഇന്ദുപ്പ് ഇവ ചേർത്ത് കുടിച്ചു നോക്കൂ, എത്ര സുഖപ്രദമാണെന്നും. പാൽ ഇരട്ടി വെള്ളം ചേർത്ത് തിളപ്പിച്ചതിൽ ഏലക്കാപ്പൊടി, കൽക്കണ്ടം എന്നിവ ചേർത്ത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നറുനണ്ടിക്കിഴങ്ങ്, ഇരട്ടിമധുരം, രക്തചന്ദനം, പാച്ചോറ്റി ഇവ പൊടിച്ചതും താമരപ്പൂവ്, മലര് ഇവ 60 ഗ്രാം എല്ലാം കൂടി 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് ഇട്ട് മൺപാത്രത്തിൽ ഒഴിച്ച് അടച്ചു വച്ചിരുന്ന് ഉപയോഗിക്കുക. യവം വറുത്ത് പൊടിച്ചത് നെയ്യ് ചേർത്ത് തിളച്ച വെള്ളം ഒഴിച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാം. കൊത്തമല്ലി 10 ഗ്രാം പൊടിച്ച് ഒരു രാത്രി തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടുവച്ചിരുന്ന് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് ഉപയോഗിക്കാം. ഷഡംഗപാനക കഷായം എന്ന ഒരു ചൂർണം ആയുർവേദ ആശുപത്രികളിൽ കിട്ടും. വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ അത്യുത്തമമാണ്. സർവോപരി പാൽ ഉറയൊഴിച്ച് തൈരാക്കി പിറ്റേന്ന് മിക്സിയിലടിച്ച് വെള്ളം ചേർത്തോ അല്ലാതെയോ ഉള്ളി, കരുവേപ്പില എന്നിവ ചേർത്ത് ഉപയോഗിക്കുക. അതായത് നമ്മുടെ സംഭാരം തന്നെ. ആഹാരത്തിൽ കഞ്ഞി പോലുള്ളത് രാവിലെയും ചോറും മോരുകറിയും പരിപ്പുകറിയുമായി ഉച്ചയ്ക്കും കഴിക്കാം. ഉച്ചയ്ക്ക് മത്സ്യമാംസങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ എരിവും പുളിയും കുറയ്ക്കണം. വെളുത്തുള്ളി അമൃതിന് സമാനമാണ്, എന്നാൽ ഉഷ്ണകാലത്ത് അവ നിർബന്ധമായും ഒഴിവാക്കുക. ഉപ്പ്, എരിവ് എന്നിവ കുറഞ്ഞ പിക്കിൾസ് മാത്രം ഉപയോഗിക്കുക. മുതിരച്ചാറ്, ചെറുപയർ പരിപ്പ് ചാറ് അതായത് സൂപ്പ് എന്നിവ ദാഹശമനം ഉണ്ടാക്കും, പോഷണം നൽകും, വിശപ്പ് മാറ്റുകയും ചെയ്യും. പച്ചക്കറികൾ വേവിച്ചത് ഊറ്റിയെടുത്തും ഉപയോഗിക്കാം. വേവിച്ച് അരച്ച് കലക്കണ്ട, ഊറ്റിയെടുത്താൽ മതി. അതാണ് ശരിയായ സൂപ്പിൻ്റെ പാകം. കിഴങ്ങുകൾ അതായത് കാരറ്റ്, ബീറ്റ്റൂട്ട്, മുള്ളങ്കി എന്നിവ അരച്ച് കലക്കി ജ്യൂസ് എന്ന പേരിൽ കഴിക്കരുത്. കൂണുകൾ മഴക്കാലത്ത് എന്ന പോലെ മുക്കിന് ജ്യൂസ് കടകൾ ഉണ്ടാകും ഈ കാലത്ത്. അത് അവരുടെ ഉപജീവന മാർഗമാണ്. നമ്മുടെ ആരോഗ്യത്തിന് അത് ഒഴിവാക്കുക. പഴങ്ങൾ അങ്ങനെ തന്നെ കഴിക്കുക. പപ്പായ, പൈനാപ്പിൾ എന്നിവ വളരെ ചൂടുള്ള പഴവർഗ്ഗങ്ങളാണ്. അവ ഈ സമയത്ത് അത്ര നന്നല്ല. രാത്രിയിലും ദ്രവരൂപത്തിലുള്ള ആഹാരമാണ് നല്ലത്. പുളിപ്പിച്ച മാവ് കൊണ്ടുള്ള ഇഡ്ഡലി, ദോശ, അപ്പം എന്നിവയും പുളി അധികമായ കറികളും ഈ കാലത്ത് കുറയ്ക്കുക. കാപ്പി, ചായ തുടങ്ങിയവയും നന്നായി കുറയ്ക്കുക. ഇനി ആഹാരം കഴിഞ്ഞ് അടുത്തത് കുളി. രാവിലെയും അസ്തമയത്തിന് തൊട്ടുമുമ്പും കുളിക്കുന്നതാണ് നല്ലത്. ചൂട് അധികമായ ഇടനേരങ്ങളിൽ കുളി ഒഴിവാക്കണം. അല്പമാത്രം എണ്ണ ഉച്ചിയിൽ വച്ച് കുളിക്കുന്നതാണ് നല്ലത്. പരുത്തി വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഇന്നലെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഇന്ന് നനച്ചുണക്കാതെ വീണ്ടും ഉപയോഗിക്കരുത്. രാത്രി വേണമെങ്കിൽ വീണ്ടും മേൽക്കഴുകാം. കാലാവസ്ഥയുടെ കാഠിന്യം കാരണം രാത്രി ഉറക്കം കുറവാകും. ഫോൺ, ലാപ്ടോപ്പ് എന്നിവ ഒഴിവാക്കി വായുസഞ്ചാരമുള്ള സ്ഥലത്ത് ഉറങ്ങാൻ കിടക്കണം. മെത്ത ഒഴിവാക്കി തറയിലോ കട്ടിലിലോ കിടക്കുന്നത് ശീലിക്കുകയും വേണം. ഇങ്ങനെയൊക്കെ ശ്രമിച്ചാൽ വേനൽക്കാലം സുഖകരമാക്കാം. മാത്രമല്ല ഇനി വരുന്ന മഴക്കാല രോഗങ്ങളെയും ഒരുവിധം പ്രതിരോധിക്കാൻ പറ്റും. ചുരുക്കത്തിൽ മധുരരസപ്രധാനമായ ആഹാരം, പഴവർഗ്ഗങ്ങൾ, നാടൻ പച്ചക്കറികൾ, കഞ്ഞിവെള്ളം, പാൽ എന്നിവ നന്ന്. എരിവും ഉപ്പും പുളിയും മാംസാഹാരവും മദ്യവും അതുപോലെ വീര്യമുള്ള മറ്റുള്ള പാനീയങ്ങളും ഒഴിവാക്കുക. വേനൽക്കാല ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്യ തന്ത്ര വിഭാഗം മുൻ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ എസ് ജയശ്രീ. Shadhara